ഏവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു രാജ്യത്തെയും അതിസമ്പന്നരായ ബിസിനസ്സുകാരുമായുള്ള ഭരണകൂടത്തിൻ്റെ അമിതമായ ബന്ധം ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാര്യമായ തടസ്സം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇത്തരം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നതോടെ രാജ്യം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികളിലും അപദവീതികളിലും സഞ്ചരിക്കേണ്ടി വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ ഇത്തരം കോർപ്പറേറ്റുകളിലേക്ക് വഴിതിരിച്ചു വിടുകയും അവർക്ക് ഈ സ്ഥാപനങ്ങൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമത്തിൽ പൊതുജനങ്ങൾക്ക് കാര്യമായ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് സർക്കാർ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമേ അവരുടെ മുന്നിൽ വഴിയുള്ളൂ. പകരം രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് കൂടുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും സമ്പന്നർ അതിസമ്പന്നരാവുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായി ഇത്രയധികം വളർന്നു വരാൻ കാരണമാകുന്നത് അദാനി അംബാനികൾ പോലുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഗിമ്മിക്കുകളാണ്. കുംഭമേളയിൽ കാണാതായ 1000-ലധികം ആളുകളുടെ വിഷയത്തിൽ നിന്നും ട്രംപിന്റെ വ്യാപാര കരാർ ഇന്ത്യക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള തന്ത്രങ്ങളുമായാണ് BJP വഖഫ് ബിൽ ഈ അവസരത്തിൽ പാസ്സാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വഖഫ് ബില്ലിൽ രാഷ്ട്രപതിയും ഒപ്പിട്ടതോടുകൂടി ഇത് ഇപ്പോൾ നിയമമായിരിക്കുകയാണ്. കേരളത്തിൽ വഖഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാരണമാകുന്നത് മുനമ്പം ഭൂമിയുടെ തർക്കങ്ങളുള്ളതുകൊണ്ടാണ്. ഈ ഭൂമിയിലെ താമസക്കാർക്ക് ആ ഭൂമി അവർക്ക് സ്വന്തമാവുകയോ ഇല്ലയോ എന്നുള്ള തർക്കമാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. BJPയുടെ ചില പ്രാദേശിക നേതാക്കൾ വഖഫ് ഭൂമി ഈ മുനമ്പത്തുകാർക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പാർട്ടിയിൽ ചേർക്കുകയും അവരുടെ വോട്ട് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. കേവലം 601 കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന, അതല്ലെങ്കിൽ 601 കുടുംബങ്ങളുടെ 2000 വോട്ടിനപ്പുറം കിടക്കാത്ത ഈ തർക്കം കേരളത്തിൻ്റെതാക്കി മാറ്റുന്ന തന്ത്രമാണ് BJP ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു BJPയുടെ നേതാവും മുനമ്പത്തെ ഈ ഭൂമി അവിടുത്തെ താമസക്കാർക്ക് കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ ഇതുവരെയും ധൈര്യം കാട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. വഖഫ് ഭൂമി എന്നാൽ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചിലർ ദാനം ചെയ്യുന്ന വസ്തുവാണ്. ഈ ഭൂമി ആർക്കും വിൽക്കാനോ കൈമാറ്റം ചെയ്യപ്പെടാനോ കഴിയാത്ത വിധമാണ് അതിൻ്റെ ആധാര വ്യവസ്ഥകളുള്ളത്. എന്നാൽ മുനമ്പത്തെ ഈ ഭൂമി കൊച്ചിയിലെ ഒരു സേട്ട് ഇതുപോലെ വഖഫ് ചെയ്തതാണ്. ഈ സേട്ടിൽ നിന്നും കോഴിക്കോട്ടുള്ള ഫാറൂഖ് കോളേജാണ് ഇത് വഖഫായി കൈപ്പറ്റിയത്. എന്നാൽ ഫാറൂഖ് കോളേജ് ഈ മുനമ്പത്തെ ഈ ഭൂമി വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് മുസ്ലിം ഉന്നമനത്തിനായി ഉപയോഗിച്ചതിനാൽ അത് ഭൂമി വഖഫ് ചെയ്തവർ ഉദ്ദേശിച്ച വഴിയിൽ തന്നെ പ്രയോജനപ്പെട്ടുവെന്നും അതുകൊണ്ട് ഭൂമി നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് മുനമ്പത്തുകാരെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഷോൺ ജോർജിനെ പോലുള്ള BJPയുടെ ചില പ്രാദേശിക നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൽക്കാൻ പാടില്ല എന്ന ആധാര വ്യവസ്ഥയുള്ള ഭൂമി വിൽക്കാൻ കഴിയുമെങ്കിൽ ആധാരങ്ങൾക്ക് എന്താണ് വിലയുള്ളത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരം വഖഫ് ഭൂമികൾ വിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും സംഘപരിവാർ മുസ്ലിങ്ങളുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവില്ലായിരുന്നു. മുസ്ലിങ്ങളുടെ കയ്യിലുള്ള ഭൂമിയോ മസ്ജിദോ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങി മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ബലമായി പിടിച്ചെടുക്കുന്നു എന്ന പേരുദോഷത്തിൽ നിന്നും സംഘപരിവാറിന് രക്ഷപ്പെടാൻ ഒരു വഴിയൊരുങ്ങിയാണ്. തന്നെയുമല്ല, സംഘപരിവാർ ലിസ്റ്റിലുള്ള സകല മസ്ജിദുകളും വേഗം തന്നെ കിട്ടുന്ന വിലയ്ക്ക് ഹിന്ദുക്കൾക്ക് തന്നെ വിറ്റുകൊണ്ട് മുസ്ലിങ്ങൾക്കും തടിയൂരാമായിരുന്നു. അങ്ങനെ ഒരു വലിയ നഷ്ടത്തിൽ നിന്നും മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. സംഘർഷങ്ങളിൽ നിന്നും അവർക്ക് മോചനവും പ്രാപിച്ചത്. എന്നാൽ വഖഫ് സ്വത്തുക്കൾ വിൽക്കാൻ കഴിയുന്ന തരത്തിൽ ബില്ലിൽ വ്യവസ്ഥകളില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്, കൃത്യമായി രേഖകളില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ കയ്യിലുള്ള പഴക്കം ചെന്ന ഭൂമിയോ മസ്ജിദോ തട്ടിയെടുക്കുവാൻ ഇപ്പോൾ സംഘപരിവാർ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. കളക്ടർമാരെ ഉപയോഗിച്ചുള്ള ഈ തട്ടിയെടുക്കൽ വഖഫ് ബില്ലിൽ മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് സുപ്രീം കോടതിയിൽ പോയാൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് വാസ്തവം. ഇതിനെ ശരിക്കും മുസ്ലിങ്ങളുടെ മേലുള്ള ഒരു വിജയമായി BJP പോലും ഒരിക്കലും ആഘോഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ വിജയമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെയും കയറ്റണമെന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത്. വഖഫ് സ്വത്തുക്കൾ സർക്കാരിൻ്റെ കീഴിലാക്കുമ്പോൾ കുറച്ചുകൂടി സുതാര്യത കൈവരികയും മദ്രസകളിൽ തീവ്രവാദ പഠനം നടത്തുന്നു, അതല്ലെങ്കിൽ ഈ മദ്രസകൾ വഴി തീവ്രവാദത്തിനുള്ള വിദേശ പണം എത്തുന്നു എന്ന് സ്ഥിരമായി ഇവർ ആരോപിക്കുന്നതിൽ നിന്നും മുസ്ലിങ്ങൾക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ ഈ വഖഫ് ബില്ല് കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആചാരപരവും മതപരവുമായി ഇന്ത്യക്കാർ എത്ര കാലം ഭിന്നിച്ച് നിൽക്കുന്നുവോ അത്രയും കാലമാണ്
ഇന്ത്യയിലെ BJPയുടെ ഭാവി എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഹിന്ദുമത കാര്യങ്ങൾക്കും ആചാരങ്ങൾക്കുമായി കൂടുതൽ പണം കൊടുക്കുന്ന രീതിയാണ് മോഡി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഹിന്ദുക്കളെ നന്നാക്കാനൊന്നുമല്ല, ഹിന്ദുക്കളെ മതത്തിൽ മയക്കിക്കിടത്തി അവരുടെ അവകാശങ്ങളെയും സ്വത്തുക്കളെയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സൗകര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സർക്കാർ നടപടികളെ ആരും ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് ഇതിലെ ഗുണം. മോഡി സർക്കാർ ഈ ഹിന്ദുക്കളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. ഹിന്ദുമത പാഠശാലകൾ പോലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. കാരണം വിദ്യാഭ്യാസം നേടിയ ജനത BJP രാജ്യത്തിന് അപകടമാണെന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. സത്യത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിദ്യാഭ്യാസമോ ജോലിയോ നേടുന്നതിൽ നിന്നും എത്രയോ ശതമാനം താഴെയാണ് ഹിന്ദുക്കളുടെ സ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് അക്കാര്യം ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ 20 ഹിന്ദുവും 5 മുസ്ലിമും 3 ക്രിസ്ത്യാനിയും ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണെന്നിരിക്കട്ടെ. അതിൽ 4 ഹിന്ദുവിനും 3 മുസ്ലിമിനും 2 ക്രിസ്ത്യാനിക്കും ഈ ജോലി കിട്ടുന്നു എന്നും നിങ്ങൾ സങ്കല്പിക്കുക. അതിൽ ശരിക്കും ഹിന്ദുവിൽ നിന്നും 20%, മുസ്ലിമിൽ നിന്നും 60%, ക്രിസ്ത്യാനിയിൽ നിന്നും 67% ആളുകളെ ജോലിക്ക് നിയോഗിച്ചു എന്നല്ലേ കണക്കുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ കണക്കുകൾ പോകുന്നത്. ശതമാന കണക്കുകൾ വെച്ച് നോക്കിയാൽ ന്യൂനപക്ഷങ്ങളെക്കാൾ വളരെ താഴെയാണ് ഭൂരിപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ജോലി സാധ്യതകൾ എന്ന് വേണം നമ്മൾ പറയേണ്ടത്. ഇതിൽ വകതിരിവ് വേണ്ടത് ഹിന്ദുക്കൾക്ക് തന്നെയാണ്. അവർ BJPയുടെ കണിയിൽ വീണ് ആചാരങ്ങൾക്ക് പിറകെയാണ് നടക്കുന്നത്. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം RSS ശാഖകൾ ഉള്ളത്. അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതെന്തിനാണ് ഈ RSS ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഹിന്ദു ആചാരങ്ങളോടൊട്ട് നിന്ന് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളുടെ സൗഹൃദം നേടാനും RSS ഹിന്ദു സംരക്ഷകരാണെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ക്ഷേത്രങ്ങളിൽ കയറിക്കൂടുന്നത്. ഹിന്ദുത്വം അപകടത്തിലാണെന്നും ഹിന്ദുക്കൾ നശിക്കാൻ ആരോ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇവർ സ്ഥിരമായി ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അമേരിക്കയെ ബംഗ്ലാദേശ് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അതുപോലെ യാതൊരുവിധ ലോജിക്കുമില്ലാത്ത ഒരു തമാശയാണ് ഈ ഹിന്ദുത്വം ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള RSSന്റെ പ്രചരണം. അതിൽ വീഴുന്ന സാധാരണക്കാരാണ് ഇത്രയധികം RSS ശാഖകൾ ഉണ്ടാക്കാൻ കേരളത്തിൽ ഈ RSSനെ സഹായിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലം മുതൽ ശക്തമായ ഹിന്ദു ഭരണകൂടവും ലോകത്തിലെ അതിശക്തരായ സൈന്യവും ജനാധിപത്യ ഭരണ സംവിധാനമുള്ള ഇന്ത്യയിലെ ജനങ്ങളോടാണ് ഇവർ ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് ഈ കേൾക്കുന്ന ഹിന്ദുക്കൾ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനെ ചോദ്യം ചെയ്യുന്ന വിവരമുള്ള ഹിന്ദുക്കളെ ഇവർ പ്രലോഭനങ്ങൾ നൽകി കൂടെ നിർത്തുകയോ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അതുമല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുകയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇന്ത്യൻ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുന്നത് ഇന്ത്യയെക്കാൾ എത്രയോ സൈനികമായി താഴെയുള്ള പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളെയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് എന്നതാണ് വേറൊരു രസം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നിവർ പറയുമ്പോൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ദളിത് ഹിന്ദുക്കളെ കുറിച്ച് ഇവർ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്ന ഈ അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടും അവരാരും ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല എന്നതിൽ നിന്നും അവർ ആ രാജ്യങ്ങളിൽ സംതൃപ്തമായും സുരക്ഷിതമായും ജീവിക്കുന്നു എന്നുള്ളതല്ലേ സത്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രവുമാണ്. എന്നാൽ അവിടുത്തെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നിവർ പറയുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങൾക്കെതിരെ മതപരമായ നുണപ്രചരണം നടത്തുന്നതിലൂടെ തങ്ങൾ ചെയ്യുന്നതിനെ ന്യായീകരിച്ച് ഇന്ത്യൻ ഹിന്ദുക്കളെ കബളിപ്പിച്ച് കൂടെ നിർത്തുക എന്ന ഗൂഢലക്ഷ്യമാണ് പിന്നിലുള്ളത് എന്നുള്ള കാര്യമല്ലേ വ്യക്തം. സത്യത്തിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ പരമദരിദ്രരാണ് എന്നാണ് പറയേണ്ടത്. അവരെ പിന്നിലാക്കുന്നത് സർക്കാർ തന്നെയാണ്. കാവ്യമുണ്ട ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്ത്രമാണ്. അതാണ് ഹിന്ദുക്കൾക്ക് ഇവർ നൽകിയിരിക്കുന്നത്. കാവി ചരടിന് പകരം ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റാണ് ഇവർ ഹിന്ദുക്കളുടെ കയ്യിൽ ധരിപ്പിച്ചിരുന്നത് എങ്കിൽ ഇന്ത്യൻ ഹിന്ദുക്കൾ പുരോഗമിച്ചു എന്നും നമുക്ക് പറയാമായിരുന്നു. ഇത് വെറും 10 പൈസ പോലും വിലയില്ലാത്ത കാവി ചരടാണ് ഈ ഹിന്ദുക്കളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത്. തന്നെയുമല്ല, കുറുവടിയെ ഒരു പട്ടിക്ക് പോലും ഇപ്പോൾ വിലയില്ല. എന്നാൽ പ്രതിരോധമായി ഹിന്ദുക്കളെ പരിശീലിപ്പിക്കുന്നത് കുറുവടി കൊടുത്താണ്. ഇതൊക്കെ രസകരമായ ഒരു തമാശയാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. തീവ്രവാദത്തെ നേരിടാനാണെങ്കിൽ ഇവർ കുറുവടിയാണോ കൊടുക്കേണ്ടത്? പകരം വല്ല മെഷീൻ ഗണ്ണോ മിസൈലോ റോക്കറ്റോ ഒക്കെ ഉപയോഗിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത്? അത് ചെയ്യുന്നില്ലല്ലോ, വെറും കുറുവടി.
ഒരു കമ്പ് കൊടുത്തിട്ട് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ശത്രുക്കളെ ഒരു കമ്പ് കൊണ്ട് നേരിടാൻ നമുക്ക് കഴിയുമോ? അത്രയധികം ലോകം വളർന്നിരിക്കുകയല്ലേ. പിന്നെ മറ്റൊന്ന്, ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ സ്വർണം കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ക്ഷേത്രങ്ങളുടെ ആസ്തികൾ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല. ഈ സമ്പത്തുകൾ കുമിഞ്ഞുകൂടി കിടക്കുമ്പോഴും വീടില്ലാതെ ആഹാരമില്ലാതെ പട്ടിണി കിടന്ന ഹിന്ദുക്കൾ ഇവിടെ ആത്മഹത്യ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ നിഷ്ക്രിയ ആസ്തികൾ എന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? വഖഫ് ബോർഡുകളും ക്രിസ്ത്യൻ സഭകളും അവരവരുടെ സ്വത്തുക്കൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് ഹിന്ദുക്കൾ ഉള്ളതുകൂടി ക്ഷേത്രത്തിന് കൊടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇതിനെ നിങ്ങളൊരു തെറ്റായി കാണരുത്. ഒരു വസ്തുതയാണ് പറയുന്നത്. സമ്പത്ത് നമ്മുടേതാണെങ്കിൽ അത് നമുക്ക് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടതുണ്ട്. അതാണ് മനസ്സിലാക്കണം. ക്ഷേത്രത്തിൻ്റെ സമ്പത്തും സ്വർണവുമെല്ലാം രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരിക്കലും ആവുന്നില്ല. അത് പുല്ലുകിളിർക്കാത്ത തരിശു ഭൂമി പോലെയാണ്, ആർക്കും ഉപയോഗമില്ലാത്തത്. എന്നാൽ ഈ സമ്പത്തുകൾ എടുത്തുകൊണ്ട് ഹിന്ദുക്കളുടെ തന്നെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നർ എന്ന് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ടതില്ല. അവർക്ക് വളരെയധികം ജീവിത സൗകര്യങ്ങളും ആഡംബരങ്ങളും വാഹനങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ഈ സമ്പന്നർ വിദ്യാഭ്യാസം നേടുകയും അല്ലെങ്കിൽ തൊഴിൽ, മറ്റ് ബിസിനസ്സുകൾ ഇവയെല്ലാം ചെയ്ത് ഈ സമ്പത്തിൻ്റെ ഒരു വിഹിതം ക്ഷേത്രങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് ക്ഷേത്രങ്ങളിൽ ഉള്ളതിൻ്റെ 100 ഇരട്ടി സമ്പത്താണ് വരും കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്നാൽ ഈ നിഷ്ക്രിയ ആസ്തി ഹിന്ദുക്കൾക്ക് പോലും പ്രയോജനപ്പെടാതെ വരുമ്പോൾ ഈ ഹിന്ദുക്കളും ഈ സ്വത്തും ഒരേ സ്ഥാനത്ത് തന്നെയാണ് തുടരേണ്ടി വരുന്നത്. അതിനു പകരം അവർ ചെയ്യുന്നത് വഖഫ് ബില്ലും ചർച്ച് ബില്ലും ഒക്കെ ഏർപ്പെടുത്തി മറ്റു മതസ്ഥരുടെ ഭൂമി തട്ടിയെടുക്കാനും തൊട്ടയൽവക്കത്ത് കണ്ടു വളർന്നവരെ കൊല്ലാനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതാർക്ക് വേണ്ടിയാണ്? ഇതാണ് ഞാൻ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന്. അവരുടെ കൊള്ളകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മനുഷ്യരെ മതത്തിൽ തളച്ചിട്ടുകൊണ്ട് അവരെ അക്രമത്തിൻ്റെ പാതയിലേക്ക് ട്രെയിനിങ് കൊടുത്ത് ഇറക്കിവിട്ട് ഇവിടെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൂടെ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. മുസ്ലിങ്ങൾ ഉണ്ടാക്കി വെച്ചതെല്ലാം പേര് മാറ്റി ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഹിന്ദുക്കളുടെ അന്തസ്സാണ് സ്വദേശത്തും വിദേശത്തുമൊക്കെ പരിഹസിക്കപ്പെടുന്നത്. ഈ പരിഹാസങ്ങളെ ചെറുക്കാൻ ദയനീയമായി അവർ പരാജയപ്പെടുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്നുമുണ്ട്. അക്രമികൾക്ക് പൊതുവെ ആയുസ് കുറവാണ്. ഇന്ത്യ ആഭ്യന്തര കലഹത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഉത്തരവാദികൾ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം. അന്ന് പണ്ട് ജീവിച്ചിരുന്ന പോലെ സന്തോഷകരമായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടും യാതൊരു പ്രയോജനമുണ്ടാവില്ല. ചില ആഫ്രിക്കൻ, അറബ് രാജ്യങ്ങൾക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്തിയിരുന്നവർ എല്ലാവരും തന്നെ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾ കൂടി അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം രാജ്യങ്ങളിൽ മനുഷ്യൻ്റെ ജീവനോ സമ്പത്തിനോ മാനത്തിനോ ഒന്നും യാതൊരു വിലയില്ല, യാതൊരു ഗ്യാരണ്ടിയുമില്ല. ജനാധിപത്യ ഇന്ത്യയുടെ മൂല്യങ്ങളെ തകർക്കുന്ന ഇത്തരം ഏതൊരു ഛിദ്രശക്തികളെയും തുടച്ചു നീക്കുക എന്നത് ഭൂരിപക്ഷം എന്ന നിലയിൽ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.